10th അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ കൺഫ്യൂഷൻ നോർമലാണെന്ന് നമ്മൾ കരുതും. പക്ഷെ ഞാൻ തുറന്നു പറയാം, കൺഫ്യൂഷൻ നോർമൽ അല്ല, ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ഒരു കുട്ടിയുടെ ജീവിതം തീരുമാനിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അത് കുട്ടിയുടെ ഫാൾട്ടല്ല, അവിടെ സിസ്റ്റം ഫെയിലിയർ ആണ്. ഇവിടെ കൺഫ്യൂഷൻ വരാൻ 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, മാർക്കിനെ കാരിയർ ആക്കല്. ഒരു 90% എബോവ് സ്കോർ, 95% ഈവൻ ഒരു 85% എബോവ് ഉണ്ടെങ്കിലും രക്ഷിതാക്കള് കുട്ടികളെ കമ്പൽ ചെയ്യുന്നത് ഡോക്ടറോ എഞ്ചിനീയറോ ആ ഒരു മേഖലയിലോ. യഥാർത്ഥത്തില് മാർക്ക് ടാലന്റ് അല്ല, മെമ്മറിയാണ്. ഇത് ഓരോ രക്ഷിതാവും മനസ്സിലാക്കണം. നെക്സ്റ്റ്, രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചാല് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഏത് കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ നമ്മളെ വീടിന്റെ അടുത്തുള്ള കുട്ടികള് ഇന്ന കോഴ്സാണ് എടുത്തിരിക്കുന്നത്, നഴ്സിംഗ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീൽഡ്, അതുകൊണ്ട് ഞാനും ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിലാണോ നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ കാരിയറിൽ നിങ്ങൾക്കൊരു കൃത്യമായൊരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ കോഴ്സിലേക്ക് പോകാം. അവര് അതെടുത്തു, അതുകൊണ്ട് നമ്മുടെ കുട്ടിയും ആ ഒരു കോഴ്സ് എടുത്തോട്ടെ. അങ്ങനെ കാരിയർ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന അത് നമ്മൾ കാണാറുണ്ട്. മൂന്നാമതായിട്ട് ഇൻഫർമേഷൻ ഓവർലോഡാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് എന്തെല്ലാം പ്ലാറ്റ്ഫോംസ് ആണ്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, മറ്റ് സോഷ്യൽ മീഡിയാസ്, ഇവിടെയൊക്കെ അഡ്വൈസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന, ശരിയായിട്ടുള്ള ഡയറക്ഷൻ ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ കാണുന്നത് കൊണ്ടും നമുക്ക് കൺഫ്യൂഷൻസ് കൂടുതലാണ്. ഇവിടെ കോർ മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മളൊരു കാരിയർ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് മാർക്ക് മാത്രം നോക്കിയാൽ പോരാ, ഇൻട്രസ്റ്റ് പ്ലസ് ആപ്റ്റിറ്റ്യൂഡ്, ഇതാണ് മെയിൻ. നമ്മൾ കാരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ ഇവിടെ പറയാം. ഒന്ന്, മൈൻഡ് സെറ്റ്. എനിക്ക് ഈ ഒരു കോഴ്സ് മെന്റലി മാച്ച് ആവുമോ? രണ്ടാമത്തെ കാര്യം, ലൈഫ് സ്റ്റൈല്. എൻ്റെ ലൈഫിൽ ഈ ഒരു കോഴ്സ് ലൈഫ് ലോങ് എങ്ങനെയായിരിക്കും? എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കോഴ്സ് ഏത് രീതിയിൽ ഞാൻ എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെയായിരിക്കും? മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എബിലിറ്റി. ഞാൻ ഈ ഒരു കോഴ്സിന് ഫിറ്റ് ആണോ? ഈ ഒരു കോഴ്സ് എനിക്ക് സ്യൂട്ടാവോ? നാലാമത്തത്, ഫ്യൂച്ചർ സ്കോപ്പ്. ഒരു 5, 10 അല്ലെങ്കിൽ ഒരു 20 വർഷത്തിന് ശേഷം ഈ ഒരു കോഴ്സിന് ഫ്യൂച്ചർ ഉണ്ടാവുമോ? ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഏത് കോഴ്സ്